ഇവിടെ എൻ്റെ ആദ്യത്തെ ചോദ്യം, വയനാട് ഒരു മഴബാധിത പ്രദേശമാണെന്ന് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമുക്ക് തുടർ അനുഭവങ്ങളിൽ നിന്നറിയാം. അവിടെ പ്രത്യേകമായ ഒരു മഴ മുന്നറിയിപ്പ് സംവിധാനം തന്നെയുണ്ട്. ഓരോ മേഖലയുടെയും മഴ ഫോർകാസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ട്. എന്നിട്ടും ഇന്നലെ ഈ ദുരന്തം ഉണ്ടായി ഒരു 12:30 ആകുമ്പോഴാണ് അവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത്. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അല്ല, നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, വയനാട്ടിൽ കഴിഞ്ഞ ഈ ഒരു സീസണിൽ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ തുടങ്ങിയ സമയം തൊട്ട് വയനാട്ടിൽ മഴ കുറവാണ്. ഏതാണ്ട് 45% മഴയുടെ കുറവുള്ള ഒരു ജില്ലയാണ് വയനാട്. ഈ ജില്ലയിൽ ഇന്നലെയാണ് ഈ 200-ലധികം മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് പറയുന്നത്. ഇതുവരെ സംഭവം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ, ഇന്നലെയല്ല, ആ സംഭവത്തിന് മുമ്പ് 24 മണിക്കൂർ. അതെ, ആ സംഭവത്തിന് 24 മണിക്കൂറിനുള്ളിൽ 224 മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ഉത്തരവ് വരുന്നത് ജില്ലാ കളക്ടർ, അതായത് ജില്ലാതല ദുരന്ത നിവാരണ സമിതിയുടെ അധ്യക്ഷയായിട്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവ് വരുന്നത് വെറും 17 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വലിയൊരു കൃത്യവിലോപമുണ്ട്, ഇതിൽ വലിയൊരു താമസമുണ്ട്, ഇതിൽ വല്ലാത്തൊരു അലക്ഷ്യതയുണ്ട്. കാരണം ഇതിനകത്ത് ഒരു മനുഷ്യജീവനോടുള്ള അങ്ങേയറ്റത്തൊരു അവഗണന വളരെ ദൃശ്യമാണ്. നമ്മൾ നോക്കുക, എല്ലാ മഴക്കാലപൂർവ്വമായിട്ടുള്ള എല്ലാ സജ്ജീകരണവും, ഇതുപോലത്തെ വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളൊന്നുമല്ല ഞാൻ പറയുന്നത്. സാധാരണ ഒരു മഴക്കാലത്തിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട ഒരുപാട് പ്രവൃത്തികൾ സർക്കാർ ചെയ്യാറുണ്ട്. അതെല്ലാം സാധാരണ ചെയ്ത് മെയ് 30-നകമാണ്. ഈ ഒരു ഉത്തരവ് വരുന്നതിന് മുമ്പ് ഇതിന് വിപരീതമായിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നെങ്കിൽ, ഇതിന് വിപരീതമായ ശക്തമായ മഴ ഇതിനു മുൻപ് പെയ്യുകയായിരുന്നെങ്കിൽ ഇതിനേക്കാൾ അതിഭീകരമായിട്ടൊരു ദുരന്തം അവിടെ ഉണ്ടാവുകയായിരുന്നു. ഒരുപാട് മനുഷ്യർ പണിയെടുക്കുന്നുണ്ടാവുകയായിരുന്നു, ഒരുപാട് വാഹനങ്ങൾ മണ്ണിൻ്റെ അടിയിൽ പോവുകയായിരുന്നു, ഒരു പക്ഷേ അതിഭീകരമായൊരു ദുരന്തം തന്നെ ഉണ്ടാവുമായിരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ജില്ലാതലത്തിലുള്ള ദുരന്ത നിവാരണ സംവിധാനം കൃത്യമായി അവിടെ പ്രവർത്തിച്ചിട്ടില്ല. പക്ഷെ അതിന് മറ്റൊരു കാര്യമുണ്ട്. 2024 ജൂൺ മാസം 3-ാം തീയതി അന്നത്തെ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ നടന്ന സംസ്ഥാനതല ദുരന്ത നിവാരണ സമിതിയുടെ യോഗത്തിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി ജയതിലക് പറഞ്ഞത്, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയോ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോ ഈ മലയിലേക്ക് നോക്കേണ്ടതില്ല, ഈ ടണലിലേക്ക് നോക്കേണ്ടതില്ല, ഈ ടണലിൻ്റെ പ്രവർത്തനം നോക്കേണ്ടതില്ല, അത് നിങ്ങളുടെ പ്രവർത്തന പരിധിക്ക് പുറത്താണ്. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ദുരന്തത്തിൻ്റെ പ്രശ്നങ്ങളോ പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നോക്കിക്കൊള്ളുമെന്നാണ് തീർച്ചയായിട്ടും. അത് റെക്കോർഡിക്കലാണ്. അതിന്റെ രേഖ എൻ്റെ കൈവശമുണ്ട്. അത് ഞാൻ എവിടെ ഡിസ്പ്ലേ ചെയ്യാൻ തയ്യാറാണ്. മുൻ ചീഫ് സെക്രട്ടറി ഈ യോഗം വിളിച്ചു പറയുന്നു. അതിന് കാരണമുണ്ട്, ചുമ്മാതെ അദ്ദേഹം പറഞ്ഞല്ല. അന്ന് ആ സമയത്ത് ഈ പദ്ധതി നടപ്പിലാക്കുന്നു എന്ന് പറയുന്ന കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നു, ഇവിടെ ഹസാഡസ് ആയിട്ടുള്ള ദുരന്തപരമായിട്ട് എന്തെങ്കിലും സാധ്യതകളുണ്ടോ, അതിൽ കൃത്യമായി നിങ്ങൾ ഇതിൻ്റെ എന്താ പറയുക, ഞങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ തരണം, എന്തെങ്കിലും അറിവ് ഞങ്ങൾ പങ്കുവെക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ മുകളിൽ നിങ്ങൾ ഇനി ഇരിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ മുകളിൽ ചിന്തിക്കേണ്ട കാര്യമില്ല, അതിൽ നിങ്ങളൊന്നും പറയേണ്ടതില്ല എന്ന് അന്നത്തെ ചീഫ് സെക്രട്ടറി പറയുന്നത്. ഇപ്പം ചീഫ് സെക്രട്ടറി ദുരന്ത നിവാരണ സമിതിയുടെ യോഗത്തിൽ അങ്ങനെ പറയണമെങ്കിൽ അത് ആ കാലഘട്ടത്തിലെ സർക്കാരിൻ്റെയും ഭരണ സംവിധാനത്തിൻ്റെയും നിലപാട് തന്നെയാണ്. 2023 അതിന് മുമ്പുണ്ടായിരുന്ന ചീഫ് സെക്രട്ടറിയുടെ ഡോക്ടർ വി വേണുവിന് ജിയോ തന്നെയുണ്ട്. സംസ്ഥാന തലത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന വൻകിട പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതികളുമായി നടപ്പാക്കുന്ന എന്ത് തീരുമാനമായാലും അത് നടപ്പാക്കുമ്പോൾ ജില്ലാ അതോറിറ്റിയും അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കൃത്യമായി ഇടപെടണം. അതിൻ്റെ റിസ്ക് മനസ്സിലാക്കണം. ആ പ്രദേശത്തെ മഴയുടെ അളവ് എത്രയെന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള മറ്റ് കാറ്റിൻ്റെ സംവിധാനം എങ്ങനെയാണെന്ന് പരിശോധിക്കണം. മറ്റു ദുരന്തങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശീലിക്കണം, അല്ലെങ്കിൽ നോക്കണമെന്നുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നും നടന്നിട്ടില്ല. അപ്പം ഇവിടെയാണ് നമ്മൾ ചോദിക്കുന്നത്, ഏത് തരത്തിലുള്ള ഒരു ജാഗ്രതയാണ് ഈ സംസ്ഥാനത്തിൽ വളരെ സംശയാസ്പദമായിട്ടുള്ള 2023 ഓർഡറിനെ ഓവർ റൈഡ് ചെയ്തുകൊണ്ട് 2024 പുറകെ വന്ന ചീഫ് സെക്രട്ടറി കൊണ്ടുവന്ന ആ നിർദ്ദേശം എന്തിനു വേണ്ടിയായിരുന്നു? ആ നിർദ്ദേശത്തിൽ നിന്ന് തുടങ്ങുന്ന അലക്ഷണീയതയും അതുപോലെ തന്നെ നിസ്സംഗ മനോഭാവവും പുച്ഛവും അവഗണനയും തന്നെയാണ് ഇന്നലത്തെ ഈ ദുരന്തത്തിലേക്ക് നയിച്ചിട്ടുള്ളത്.